8 വർഷത്തോളം ഒരു പ്രത്യേക അല്ലെങ്കിൽ ആരോപിതനായ ഒരാൾ വളരെ ബോധപൂർവമായിട്ട് നിയമ സംവിധാനത്തെ തനിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലയിൽ ഇത് ഈ കോടതികൾ കണ്ടിട്ടില്ല, നമ്മുടെ സിവിൽ സൊസൈറ്റിയും കണ്ടിട്ടില്ല. നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മൾ പറയുന്ന ജെൻഡർ ജസ്റ്റിസിന് വേണ്ടി നിൽക്കുന്ന, സ്ത്രീപക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ആക്ടിവിസ്റ്റുകളും ഇത്തരം ഒരു സാധനങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളത്. വേറൊരു കാര്യം കൂടി, ഇപ്പം അഡ്വക്കേറ്റ് രാമൻ പിള്ളയ്ക്ക് കിട്ടുന്ന ഒരു ഫ്യൂവൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരുപാട് ജൂനിയർ വക്കീലന്മാരുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പെർ സിറ്റിങ്ങിന് തന്നെ ലക്ഷങ്ങളാണ് ദിലീപ് കൊടുക്കുന്നത്. ഈ കേസ് കൊണ്ട് എന്തായാലും ദിലീപിൻ്റെ കുറേ കോടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ മറുഭാഗത്ത് പ്രോസിക്യൂഷൻ 2 പ്രോസിക്യൂട്ടർമാർ ഇതിന്ന് കൈയൊഴിഞ്ഞു പോയി. പിന്നെ വന്ന അജയ്കുമാർ സാറ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് വന്ന് കൊച്ചിയിൽ വന്ന് വാദിക്കാൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചില സർക്കാർ കൊടുക്കേണ്ട ചില സൗകര്യങ്ങളുണ്ടല്ലോ, വാദിക്കുന്നതിന് വേണ്ടി സർക്കാർ കൊടുക്കേണ്ട കുറേ സൗകര്യങ്ങൾ, അപ്പോൾ അതൊക്കെ വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇത് വളരെ എളുപ്പത്തിൽ രാമൻ പിള്ളയ്ക്ക് വാദിച്ച് ജയിച്ച ഒരു കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പവർ സ്ട്രക്ചർ ആണല്ലോ സാർ, ഇപ്പം മണിയും പവറും പൊസിഷനും ഒക്കെ തന്നെയാണ് ഇതാക്കിയിട്ടില്ല.